സോണിക്കൊണ്ടന്റെ മോൻ ആനന്ദേ, നീ രാവിലെ എന്നെ കൊണ്ട് വെറുതെ തെരുവിളിപ്പിക്കല്ലേ. പറയാൻ വിചാരിച്ചതാടാ, പിന്നെ എന്തിനടേ? പക്ഷെ റീനയെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ നെഞ്ചിനകത്ത് 4-5 ചിത്രശലഭങ്ങൾ ഒരുമിച്ച് പറക്കുന്ന ഒരു ഫീല്. നെഞ്ചിനകത്ത് എല്ലാം അങ്ങ് ബ്ലാങ്ക് ആയി പോയി. സത്യം. ഓ, നിന്നെയൊക്കെ നാളെ പറയാം. ഒന്നുമില്ല, പട്ടിക്ക് കുറച്ച് ഇറച്ചി വാങ്ങി ഇറങ്ങിയ വാങ്ങാൻ ഇറങ്ങിയെന്ന്. ഓഹോ, ഇവിടെ അധികം കിടന്ന് കറങ്ങണ്ട. ശരി ശരി കേട്ടാ, ഇറച്ചില് മണ്ണ് പറ്റുവേ. ഈ ഏരിയ മോശമാണ് കേട്ടോ. എന്തരടേ ഡേ, ഒരാഴ്ച കഴിഞ്ഞ സ്റ്റഡി ലീവാണ്. പലരും പല വഴിക്ക് പോകും. പിന്നെ നീ നൊസ്റ്റാൾജിയം ചോദിച്ചോണ്ടിരിക്കത്തേ ഉള്ളേ. പോവാ, വണ്ടി എടു. നീ വാ, പോവാ. കേറ് കേറ് കേറ്. എടാ, ഒരു കാമുകൻ രണ്ടാമതായി വേണ്ട എന്താണെന്ന് അറിയാമോ? എന്താ? ധൈര്യം. അപ്പൊ ആദ്യം വേണ്ടത് നിനക്ക് കൊണ്ടടാ. അതുകൊണ്ടാണല്ലോ വെളുപ്പിനെ പല്ല് പോലും തേക്കാതെ ഇവിടെ ഒന്ന് പോസ്റ്റ് ആവണത്. ഓ, എന്ന് ഞാനുണ്ട്. ഇന്ന് ലേറ്റ് ആയില്ലേ? നല്ല തിരക്കായിരുന്നു. ഒരു ഇത് ഓടിപ്പിടിച്ചാ ഇങ്ങ് എത്തിയത്. ഇന്നലെ എന്തോ പറ്റി സിസ്റ്ററെ? ഇന്നലെ ഒന്നുമില്ല. ഞാൻ ചോദിച്ച ബുദ്ധിമുട്ടായോ? ഞാൻ കാണാത്തോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്നോടെ കണ്ടില്ലെങ്കിൽ ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു. ഇന്നിവിടെ ഞാൻ ലീവ് എടുക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ വിട്ടു. എന്തേലും വയ്യായ്ക ഉണ്ടായിരുന്നെങ്കിൽ ലീവ് എടുത്തുകൂടായിരുന്നു. വല്ലായ്ക ശരീരത്തിനല്ല, മനസ്സിനാ. മോള് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാലോ എന്നൊക്കെ തോന്നി. ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ട് കേട്ട് മതിയായി. സിസ്റ്റർ ഇങ്ങനെ വിഷമിക്കാതെ. മോള് അവൾക്ക് ഏതായാലും അമ്മയുടെ സ്നേഹം കാണാതെ ഒന്നും ഇരിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും ദേഷ്യമൊക്കെ വരുമ്പോൾ പിള്ളേർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറയും. സിസ്റ്റർ അത് വലിയ കാര്യമാക്കണ്ടെന്നേ. ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് വളർത്തിയത്. ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ സിസ്റ്റർ അത് വിട്, അതിങ്ങനെ ഓർത്തോണ്ടിരിക്കാതെ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, നേരാണോന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് കാര്യം? ഈ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ പോവാണെന്ന് വിനോദ് പറഞ്ഞ്. നമുക്കറിയത്തില്ല എത്രമാത്രം നേരാണെന്ന്. അത് ശരിയാ. മെനഞ്ഞാന്ന് എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയി. ആണോ? അയ്യോ, അപ്പോ ഇനി നോക്കണം. 2 മാസം സമയമുണ്ട്. ഉണ്ണാൻ നേരത്തെ തന്നെ വിളിക്കണം. ഞാൻ വിളിക്കാം സിസ്റ്റർ. അതെ, തലയിൽ എന്തോ ഇരിക്കും. ഇപ്പുറത്തെ സൈഡ് ഞാൻ എടുത്തു തരാം. ഒരു പൂവിൻ്റെ ഏതല്ല. പുഷ്പരാജ, ഷീജയും മോളും വന്നില്ലേ? ഇല്ല മുമ്മേ, ഞാനൊറ്റയ്ക്കാ. ഞാനിവിടെ അടുത്തൊരു ചാണകുഴി ലേലത്തിന് പിടിച്ചിരുന്നു. അതിൻ്റെ കാര്യത്തിന് വന്നാ. ഞാൻ വരുന്ന വഴിക്കൊരു ആക്സിഡന്റ് പറ്റി. എന്റെ ദൈവമേ, എന്താ പറ്റിയേ? അത് അമ്മൂമ്മയെ പട്ടികളായ കുറച്ച് ബോധം വേണ്ടേ. ഒരു ബോധമില്ലാത്ത പട്ടി എൻ്റെ ബൈക്കിന് കുറുകെ ചാടി. ഞാൻ എൻ്റെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ബൈക്കാ. എന്റെ ദൈവമേ, ബൈക്ക് ഞാനും കൂടെ തെക്ക് കൊടുക്കാണ് തിരിച്ചു വീണത്. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അച്ഛൻ്റെ ഇൻഡിക്കേറ്റർ ഓടിഞ്ഞു. ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ ഓടിഞ്ഞു. വേറൊന്നും പറ്റിയില്ല. മോൻ എന്തെങ്കിലും പറ്റിയോ? അതല്ലേ ഭാഗ്യം. എനിക്കൊന്നും പറ്റിയില്ല. 1-2 എല്ലാം ഒടിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. വേറൊന്നും പറ്റിയില്ല. എക്സ്റേ എടുത്ത് നോക്കണം. അമ്മേ, മനുഷ്യന്റെ അണ്ടകടാകും വരെ വേദനിക്കുന്നു. എന്നിട്ടെന്താ ആശുപത്രി പോവാഞ്ഞേ? അതല്ലേ രസം. ആശുപത്രി പോവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനിന്ന് പേഴ്സ് എടുത്തില്ലെന്ന്. എൻ്റെ ഒരു കാര്യം. അമ്മൂമ്മ കാശ് വല്ല ഇരിപ്പുണ്ട? കാശ് കുറച്ച് മതി. എത്രയാ വേണ്ടേ? ഒരു ആശുപത്രി ചെലവിനൊരു 5000 രൂപ മതിയാവും. വീട്ടിലെത്തിയ ഉടനെ ഞാൻ കൊടുത്തയച്ചേക്കാം. അത്രയും ഉണ്ടോന്ന് അറിയില്ല, നോക്കട്ടെ. എന്നാ പിടിച്ചിട്ടതൊരു പട്ടിയായി പോയി. അല്ലെങ്കിൽ കുത്തിന് പിടിച്ച് തരാണ്ട് നഷ്ടപരിഹാരം വാങ്ങിയതാ. അയ്യോ, എന്തൊരു വേദന. ഞാൻ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ മോനെ. പിന്നെ അമ്മൂമ്മ ഈ കാര്യം അച്ഛനോടും ഷീജോടും പറയണ്ട. അവർ വിഷമിക്കും. അതാ. Two bulbs A and B marked as A 60 watt 220 volt and B 100 watt
220 volt are connected in parallel to a 220 volt source. Which of these will glow brighter? സർ സർ ക്ലാസ് കിടക്കുന്ന ഇവിടെയാണ്, പുറകിലല്ല. എന്തുവാ? ബസ് താമസിച്ചു. ബസ്സിന്റെ കംപ്ലൈന്റ് വരേണ്ട സ്ഥലം ഇതല്ല. ഇത് പ്രകാശ് സാറിന്റെ ഫിസിക്സ് ക്ലാസ് ആണ്. സർ സത്യമായിട്ടും താമസിച്ചു സർ. താനൊന്നും പഠിക്കാനല്ല വരുന്നത്, അതുകൊണ്ട് താൻ ക്ലാസ്സിൽ കയറുകയും വേണ്ട. പോവാൻ നോക്ക്. സർ പ്ലീസ് സർ. എന്ത് പ്ലീസ്? തനിക്കൊക്കെ തോന്നുമ്പോൾ കയറാൻ ഇത് തന്റെ തന്ത പറഞ്ഞ ക്ലാസ്സൊന്നുമല്ല. താനെന്ന് ക്ലാസ്സിൽ കയറണ്ട. തന്നെ പഠിപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ല. സർ താൻ ഇനി ഇവിടെ നിന്നാ തന്നെ ഞാൻ തല്ലി ഇറക്കും. പോ പോവാൻ. ചെയ്തു കഴിഞ്ഞോ? എഴുന്നേറ്റ്. താനെന്താ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് എഴുതാൻ വരാത്തെ? സുഖമില്ലായിരുന്നു സർ. സുഖമില്ലായിരുന്നു. ടെസ്റ്റ് പേപ്പറിൻ്റെ അന്ന് തന്നെ അതെനിക്ക് വയ്യാണ്ടായി ഇല്ലേ? തനിക്കെന്താ ചെവി കേൾക്കത്തില്ലേ? വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക്, കൃത്യം 4 മണിക്ക് വന്ന് എഴുതിയിട്ട് പോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തിങ്കളാഴ്ച ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? ആ ഇരി. അച്ഛാ ഓ ഇതൊന്ന് സൈൻ ചെയ്തേക്കണേ. ദാണ്ടെ. ആ ശരി. നേർന്നട മോനെ. അമ്മ ഒന്ന് അനങ്ങായിരുന്നേ. ഈ പാട്ടാ എപ്പോഴും ഇതൊക്കെ തന്നെ. അത് മാറ്റിയോ? ആ മോഹൻലാൽ ഉള്ളപ്പോഴാ. നിനക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്. ആ പക്ഷെ നീ ഉണ്ണാതെ ഉറങ്ങാതെയും കുത്തിയിരുന്ന് പഠിച്ച് അസുഖമൊന്നും വരുത്തി വെക്കരുത് കേട്ടാ. ഞാൻ ആവശ്യത്തിന് ഉണ്ണുന്ന ഉറങ്ങുന്നൊക്കെ ഉണ്ട്. അച്ഛന് വെറുതെ തോന്നിയ. അച്ഛന് തോന്നി. പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാനും മോളും കൂടെ ഗിരിജയുടെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുക. അവിടെ പോയി സുഖമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ക്ഷീണമൊക്കെ മാറിയിട്ടേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുന്നുള്ളൂ. കറക്റ്റ്. അപ്പൊ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ട്രെയിനിൽ പോകണോ ഫ്ലൈറ്റിൽ പോകണോ എന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. മിക്കവാറും ഫ്ലൈറ്റിലായിരിക്കും. ഇല്ല അമ്മമ്മ? ഫ്ലൈറ്റിൽ മതിയടി മോളെ. യെസ്. അപ്പൊ അവിടം വരെ എത്തി കാര്യങ്ങൾ അല്ലേ? ഈ പാട്ടൊന്ന് മാറ്റി ആ പഴയ പാട്ടൊന്ന് വെച്ചടി. ഇല്ല മാറ്റില്ല. റിമോട്ട് എങ്ങത്താ? മോഹൻലാൽ എന്നെ സൂപ്പറാ നോക്കിയാച്ചാ. ഓ ഇതെങ്ങനെയാ കണ്ടോണ്ടിരിക്കുന്നത്? എന്തൊരു ഇടിയല്ലേ. എന്തോന്നാ അമ്മ. വിനോദ് വരാൻ വൈകുന്നാ പറഞ്ഞേ. നമുക്കങ്ങ് കഴിച്ചു തുടങ്ങാം. സിസ്റ്ററെ ഇതെന്താ ഡയറ്റാണോ അതോ സമയം കിട്ടിയില്ലേ? സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ചപ്പാത്തി ആരോഗ്യത്തിന് നല്ലതല്ലേ? അത് ശരിയാ. എന്നാലേ
സിസ്റ്റർ ഇതങ്ങ് കഴിച്ചോ. കഴിച്ചോ, നമുക്ക് ഷെയർ ചെയ്യാം. മൊത്തം കഴിച്ചോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറ. ഇതിപ്പോ ഒത്തിരി ഉണ്ടല്ലോ. എല്ലാം കഴിച്ചോ. ആ നിങ്ങൾ കഴിച്ചു തുടങ്ങിയ? വാടാ, ഞങ്ങളിപ്പോ തുടങ്ങിയുള്ളൂ. ഇരിക്കും. ഒന്നും പറയണ്ട ആശാനെ, രാവിലെ തൊട്ട് നിലത്ത് വയ്ക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒന്ന് കഴിക്കാന്ന് പറഞ്ഞ് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആ 14 പേഷ്യന്റിനെ ഇനിമ കൊടുക്കണം. ഞാൻ വൃത്തിയേടാക്കിയത് മൊത്തം വൃത്തിയാക്കി. സിസ്റ്റർ കഴിച്ചോ? അതൊന്നും മൈൻഡ് ആക്കണ്ട. ഇതെന്തൊരു ചപ്പാത്തി? എനിക്ക് വണ്ണം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. സംശയമല്ല, കൂടുന്നുണ്ട്. അപ്പോൾ ആഹാരമൊക്കെ ഒന്ന് കുറച്ച് ഇറച്ചി മീനൊക്കെ ഒന്ന് പരമാവധി ഒഴിവാക്കി പച്ചക്കറിയിലേക്ക് പോകാനാണ് തീരുമാനം. പച്ചക്കറി മാത്രം ആക്കിയോട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ എരുമ, പശു, ആന അതൊക്കെ പക്കാ വെയിറ്റ് എറിയുന്നുണ്ട്. എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എടാ, ആഹാരം കുറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വല്ലപ്പോഴും 2 റൗണ്ട് ഓടുവോ, കുറെ അരമണിക്കൂർ നീന്തുവോ ഒക്കെ ചെയ്യണം. അപ്പോൾ നെയ്യും കൊഴുപ്പൊക്കെ മാറി നല്ല മമ്മൂട്ടി പോലെ സുന്ദരനാവും. ഇതൊക്കെ ചുമ്മാ പറയണ ആശാന്. അങ്ങനെയാണെങ്കിൽ ഈ തിമിംഗല കടലിൽ കിടക്കണത് അതെപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ്. അത് ഈ തിമിംഗലം മെലിഞ്ഞാണ് നെത്തോലിയായിട്ട് മാറുന്നത്. ചുമ്മാ ചുമ്മാ എനിക്കറിയാം എന്നെ പറ്റിക്കാൻ പറയണമെന്ന്. നീ ഒന്ന് ട്രൈ ചേട്ടാ ഒന്ന് വന്നേ, അമ്പിളി വരണേ, പെട്ടെന്ന് വേണം. എന്തു പറ്റി? 23 പേഷ്യന്റ് വയലന്റാ, പിടിച്ചിട്ടാണേ നിക്കുന്നില്ല, ഭയങ്കര ബഹളം. പെട്ടെന്ന് വാ, വന്നിട്ട് കഴിക്കാം. വാ, പെട്ടെന്ന് വാ. അല്ല നീ കഴിച്ചോ. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാം. സിസ്റ്റർ വാ. മീന് മക്കളെ മാറി മാറി. എന്റെ മോനെ ഒന്നുമില്ല. ഒന്നുമില്ലടാ. വന്നേ ചെല്ലു മക്കളെ. വന്നേ. എടാ പെട്ടെന്നാവട്ടെ, ഇതെങ്ങനെ നമുക്ക് പോകാൻ കുറേ പ്രാക്ടീസ് ചെയ്തേടാ. ഇവിടെ എത്തുമ്പോൾ ശരിയാണ് ശരിയാ. ആ ഇവിടെ എത്തുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഇതെന്തുവാ മഹീൽ മഹാ? എന്തടി എല്ലാവരും ഉണ്ടല്ലോ. ആ അത് മധുവൊഴുക്കും പേരാണ്. റീനെ നോക്കാരാ നോക്കല്ലേ. അല്ല, ഈ വായി നോക്കി എങ്ങനെ അറിഞ്ഞാ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുവാന്ന്? എനിക്കറിഞ്ഞൂടാ, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കൂടാ ലോകത്തോൽവി ഉണ്ടല്ലോ. ഓഹോ, നോക്കരുതെന്ന് പറഞ്ഞിട്ട് നോക്കിയല്ലേ? ഞാൻ നോക്കിയൊന്നുമില്ല, കണ്ണൊന്നും മിനിച്ചപ്പോ കണ്ടതാ. അതെ, അവൻ നിന്നെ ഇന്ന് എന്തായാലും പ്രൊപ്പോസ് ചെയ്യും. നീ നോക്കിക്കോ. നീ കട്ടയ്ക്ക് റിജക്ട് ചെയ്തോ. അല്ല പിന്നെ പഠിക്കാൻ വന്ന് പഠിച്ചിട്ട് പോണം. പറയുന്ന ആള് കൊള്ളാം. പ്രേമരോഗത്തിനെ ദിവസവും 3 നേരം മരുന്ന് കഴിക്കുന്ന ആളാ. ഒന്ന് പോടി. അതെ, അവനെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ ചെപ്പക്കുറ്റി നോക്കി 2 പൊട്ടിച്ചിട്ട് പറഞ്ഞാലോ ഇനി മേലാൻ എന്റെ പുറകെ നടക്കില്ലെന്ന്. ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ. ഞാൻ വേണ്ടണം. പോയി സംസാരിക്കേ, അവസരം കളയാതെ. എടീ, ചുമ്മാ പറയാ, നിക്കടി. തനിക്ക് സംസ്കൃതം നല്ല വശമുണ്ടല്ലേ? സംസ്കൃതം വദനം രുചിരം ഹൃദയാന്തഹരം മാതകഹാസം മാധവമാസം മൗനാചരണം മദീനി സുമുഖി അണയു സഖിനി കുവളയ നയനെ. ഇതിന്റെ അർത്ഥം എന്താ? എൻ്റെ അമ്മേ, എനിക്കറിയില്ല. ഇല്ല, ഒന്നും മനസ്സിലായില്ല. ആ ബെസ്റ്റ്. ഇതിന്ന് രാവിലെ തൻ്റെ ഫ്രണ്ട് എൻ്റെ കൈ തന്നിട്ട് ഓടിക്കളഞ്ഞ. ഇതാരാ എഴുതിയേ? ഇത് എഴുതിയത് യൂസഫ് അലി സാർ. പുള്ളിക്കാരൻ കാണുന്ന പോലെ ഒന്നല്ലേ? അറിയോ സാറിനെ? ആ മറ്റേ ടി വിയിലൊക്കെ കാണുന്ന ലുലുമോളുടെ ഓണർ അല്ലേ, ദുബായിലുള്ള? അയ്യോ അതല്ല, അതല്ലേ. ഇത് യൂസഫ് അലി കേച്ചേരി സാർ. ആ അതൊക്കെ പോട്ടെ, ഇതിന്റെ അർത്ഥം എന്താ? അത് ഞാൻ പിന്നെ പറയാം. ആ ബെസ്റ്റ്. നല്ലൊരു ലവ് സോങ് കിട്ടിയപ്പം വെച്ചങ്ങ് കാച്ചിയല്ലേ? എന്താണേലും എനിക്കിഷ്ടായി. വൈകിട്ട് ഫ്രീ ആണോ? എടീ, അവര് തമ്മിൽ സെറ്റായോ? നമുക്ക് അവളെ വിളിച്ചോണ്ട് പോയാലോ? നമുക്കോ പറ്റുന്നില്ല. അല്ല, എനിക്കോ പറ്റുന്നില്ല. അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ. എന്ന് വെച്ചാ എനിക്ക് ആരോ ഉണ്ടെന്നല്ലേ? ഒന്ന് പോടി. താനെന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. ആണോ?
എല്ലാരും നോക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. പോവാണോ? പ്രാക്ടീസ് ആണോ? പിന്നല്ലാതെ. ബൈ. Tasteful face brings delight to my heart. Intoxicating smile is like the month of Madhava. Please stop your verb of silence. Hey beauty, come closer dear. The one with eyes like water lilies. ആ സിസ്റ്ററെ, അമ്മൂമ്മയുടെ അടിയന്തരത്തിന് നമ്മളൊന്നും വിളിച്ചില്ല കേട്ടോ. അതിന് അപ്പൊ പിന്നെ എന്നെങ്കിലും വിളിക്കണേ. ഓടെ ചേർക്കാം. ഓക്കെ, ഒരാവശ്യമില്ല. സിസ്റ്റർ, ഹലോ. 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ. ചെറിയൊരു പനിയുണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം സിസ്റ്ററെ, വെച്ചോണ്ടിരിക്കല്ലേ. ഇപ്പം ചെറിയ ആശ്വാസമുണ്ട്. ശരി ശരി, ഞങ്ങൾ വൈകിട്ട് ഞാനും വിനോദും കൂടെ അങ്ങോട്ട് ഇറങ്ങാം. വിനോദ? ശരി. വിനോദേ, ഓ നമുക്ക് വൈകിട്ട് അമ്പിളി സിസ്റ്ററിന്റെ വീട് വരെ ഒന്ന് പോണേ. അടുത്താണോ? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും ആശാനെ? വിനോദേ, ചുമ്മാ 10 കിലോമീറ്റർ ശരിയാണ്. 100 മീറ്റർ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ, 1000 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. ഹലോ അമ്മാമ്മ. ആ ഷീജമോളെ നീയായിരുന്നോ? ഞാൻ വിചാരിച്ച ഗിരിജയായിരിക്കുന്നു. കുഞ്ഞുവാവയൊക്കെ ഉറങ്ങിയോ മോളെ? അയ്യോ, എന്ത് ബഹളമായിരുന്നെന്ന് അറിയാമോ അമ്മാമ്മ? ഇപ്പൊ അങ്ങോട്ട് ഉറക്കി കിടത്തിയേ ഉള്ളൂ. അമ്മാമ്മ, പുഷ്പേട്ടനെ ഇന്നലെ മെനഞ്ഞൊന്ന് അവിടെ വന്നായിരുന്നോ? പുഷ്പരാജ ഇന്നും ഇന്നലെ ഒന്നും വന്നില്ല. കുറച്ചു ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. എന്താ മോളെ കാര്യം? വന്നില്ലേ? ഇല്ല. അല്ല, 2-3 ദിവസമായി പോയിട്ടേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എടാ രവി, ഷീജമോളാ, പുഷ്പരാജൻ കുറച്ച് ദിവസമായി വീട്ടിൽ ചെന്നിട്ടെന്ന്. നീ ഒന്ന് ചോദിച്ചേ. ദാ എന്താ മോളെ, പുഷ്പരാജൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. പുഷ്പേട്ട അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഇവിടെ വന്നില്ല. അവനിവിടെ വരുന്ന പതിവൊന്നും ഉള്ളതല്ലോ. വന്നില്ലേ? അവൻ എവിടെ പോയതാന്നാ പറഞ്ഞേ? കൂട്ടുകാരന്റെ അച്ഛനെ കിണറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാത്രി പോയതാ, പിന്നെ വന്നില്ല. വെള്ളിയാഴ്ച രാത്രി കൂട്ടുകാരൻ്റെ അച്ഛൻ കിണറ്റി വീണെന്ന്. കിണറ്റി വീണവരെ രക്ഷിക്കാൻ ഇവനാര്? ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനോ? ഒരു തൊട്ട് വെള്ളം കോരാൻ അറിയാത്തവനാ. കിണറ്റിച്ചാടിയരെ രക്ഷിക്കാൻ പോയേക്കണം. അവൻ വല്ലതും എവിടെയെങ്കിലും കൂട്ടുകാരുടെ കൂടെ കുടിച്ചു കൂത്താടി നടക്കുകയായിരിക്കും. അവൻ ഒരു കിണറ്റിലും വീണിട്ടില്ല, തോട്ടിലും വീണിട്ടില്ല. എന്റെ അടുത്ത് ഇതുവരെ പുഷ്പേട്ടൻ കള്ളം പറഞ്ഞിട്ടില്ല. അച്ഛ, എന്തെങ്കിലും അപകടം വരുമ്പോഴല്ലേ കൂട്ടുകാരെ സഹായിക്കേണ്ടത്. കൂട്ടുകാരെന്ന് വെച്ചാൽ പുഷ്പേട്ടന്റെ ജീവനാണ്. തിരിച്ചു അങ്ങനെ തന്നെയാണ്. നീയാണ് അവൻ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. ഈ ബന്ധം ശരിയാവൂല്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. ആര് കേൾക്കാൻ? കഴിഞ്ഞ ആഴ്ച രാത്രി 10-10 ആയപ്പം വെള്ളം അടിച്ച 4 കാലേ പോയെന്ന് എന്നോട് കുറെ പേര് പറഞ്ഞു. എനിക്കാണെ കേട്ടിട്ട് തൊടി ഉരിഞ്ഞു പോയി. അച്ഛൻ, ഈ ബന്ധത്തിന് ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല. നിനക്കൊന്നും മനസ്സിലാവൂല. കുറെ ദിവസമായി അച്ഛൻ പുഷ്പേട്ടനെ കുത്തി സംസാരിക്കുന്നത്. പിന്നെ പുഷ്പേട്ടൻ കുടിക്കുന്ന കാര്യം അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇനി ഞാൻ ഫോൺ വിളിക്കുന്നതാണ് അച്ഛന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഫോൺ വിളിക്കണില്ല. ഡി മോളെ ഷീജെ, നീ ഉണ്ടല്ലോ. ഹലോ. നീ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? അമ്മ, ഞാൻ വഴക്ക് പറഞ്ഞതാണോ? ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ പുഷ്പരാജൻ തലവേദനയായി മാറുമെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. എന്തായാലും ശരിയായില്ല. ഒരു വിഷമം പറയാൻ വിളിച്ച ഇങ്ങനെയാണോ പറയുന്നേ? നിന്നോടല്ലാതെ വേറെ ആരോടാ അവള് സങ്കടം പറയേണ്ടത്? അമ്മേ, അത് ഹലോ മോളെ. ഹലോ അച്ഛ. അച്ഛ ക്ഷമിക്കച്ച, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അച്ഛ. സോറി അച്ഛ, പ്ലീസ് അച്ഛ. സാരമില്ല. സോറി പറയാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ മോളെ ഉണ്ടായത്? നീ കരയല്ലേ? നീ പറഞ്ഞ പോലെ അവൻ നാളെ ഇങ്ങ് വന്നോളൂ. വന്നില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാം. നീ വിഷമിക്കാതെ കിടന്നുറങ്ങ്. നാളെ രാവിലെ ആവട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അച്ഛാ, പിന്നെ
നന്ദൂട്ടിന് നാളെ വാക്സിൻ എടുക്കണമായിരുന്നു അച്ഛാ. ഒരു 500 രൂപ കാണുമോ? ഞാൻ തരാം മോളെ. നാളെ മതിയോ? നാളെ മതി അച്ഛാ. നാളെ രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങിത്തരാം. അതോ മോക്ക് നേരത്തെ വേണോ? നാളെ മതി അച്ഛാ. ശരി മോളെ. മതി. നിങ്ങൾ വിചാരിക്കണമെന്നല്ലോ ഡോക്ടറെ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്താണ് ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. ഇവരെയൊക്കെ കൊണ്ട് എനിക്കാണ് സാറേ ബുദ്ധിമുട്ട്. ഒരു ലോജിക്കില്ലാത്ത കുറേ മനുഷ്യർ. മനസ്സിലായി. പേരെന്താ? പേര് ലക്ഷ്മണൻ. പേര് രാമാനുജൻ. ഞാൻ പിന്നെ എന്താ രാമൻ്റെ അളിയൻ്റെ പേരാ പറഞ്ഞത്. രാമാനുജൻ, അതായത് ലക്ഷ്മണൻ. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ സാറേ? തെറ്റുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ രാമാനുജൻ്റെ ബുദ്ധിമുട്ട് എന്താ പറയൂ. ബുദ്ധിമുട്ട് ഡോക്ടറെ, എനിക്ക് ഇവരെ കൂടെ ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു ലോജിക്കില്ലാത്ത ഫാമിലിയാണ് എൻ്റെ ഫാമിലി. ഇവരെ കൂടെ എങ്ങനെ ജീവിക്കും? ഇതെൻ്റെ അച്ഛൻ. ലോജിക്ക് എന്തെന്ന് പോലും അറിഞ്ഞൂടാ. ഇതിൻ്റെ അപ്പുറമാണ് പുള്ളിക്കാരൻ്റെ അച്ഛൻ. അപ്പൊ അച്ഛനിട്ട പേരെന്തരാണെന്ന് അറിയാമോ? ഇല്ല, പറയൂ. ത്രിവിക്രമൻ. ഇത് ത്രിവിക്രമൻ. 1 വിക്രമനും 2 വിക്രമനും എവിടെയാണെന്ന് ഞാൻ വീട് ഫുള്ള് അരിച്ചു പറയി. ഞാൻ കണ്ടില്ല ഒരുത്തൻ. ഓ ശരി, മനസ്സിലായി. രാമാനുജന് ഇപ്പൊ എത്ര വയസ്സായി? എൻ്റെ മനസ്സിൻ്റെ ആണോ ശരീരത്തിൻ്റെ ആണോ? രണ്ടും പറഞ്ഞോ. മനസ്സിന് 15, ശരീരത്തിന് 20. എത്ര വയസ്സായി? 24. റോങ്. അത് റോങ് ആണ്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള സമയം കൂട്ടാൻ പാടില്ല. ഉറക്കമെന്ന് പറയണം മരണതുല്യമായ സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ ഇരുന്ന കാര്യം പറയട്ടെ. ആ സമയം കൂട്ടാൻ പാടില്ല. അത് കൂട്ടിയാൽ കണക്ക് തെറ്റും. കണക്ക് തെറ്റിയ ഭൂഗോളത്തിന്റെ സ്പന്ദനം വരെ തെറ്റും. അതറിയാലോ? കറക്റ്റ്. കണ്ടുപടി. ഡോക്ടറിന് കാര്യം മനസ്സിലായി. ഞാനൊരു 5 മിനിറ്റ് സംസാരിച്ചേ ഉള്ളൂ. നിങ്ങളിങ്ങനെ നാടാ. ഇനി കുറച്ച് നേരം രാമാനുജൻ സംസാരിക്കണം. അച്ഛൻ സംസാരിക്കട്ടെ. ഉറക്കം എങ്ങനെയൊക്കെ ഉണ്ട് ഡോക്ടറെ? ഉറക്കം കുറവാണ്, മാത്രമല്ല ഭയങ്കര സംസാരവും. ആശാനെ അച്ഛൻ്റെ അടുത്തൊന്ന് പറ ആശാനെ. ആ ലോജിക്കിന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യേ. ഞാൻ പറഞ്ഞറിയ എൻ്റെ തൊണ്ടയിലെ വെള്ളം മാറ്റി. രാമാനുജന്റെ ഫയൽ ഓപ്പൺ ആണ്. ഇതവിടെ വെച്ചിട്ട് അതും കൂടെ എടുക്കും. അച്ഛൻ സാഡായിട്ടിരിക്കണം. ഫീലായ അച്ഛൻ ലോജിക്കലി തിങ്ക് ചെയ്താൽ മാറാവുന്ന പ്രശ്നമേ അച്ഛനുള്ളൂ. അച്ഛൻ വിഷമിക്കണ്ട. അച്ഛൻ്റെ എല്ലാ അസുഖവും മാറും. ഈ ഡോക്ടർ ആൾ മിടുക്കനാവും. ഹലോ എന്താ മോളെ? അച്ഛാ, ഞാൻ മോനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോയിരുന്നു അച്ഛാ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതാ അപ്പൊ വിളിക്കാൻ പറ്റാത്തതേ. മോളെ, പിന്നെ നീ നമ്മുടെ രാജീവനെ അറിയോ? നമ്മുടെ സുശീലും മാമയുടെ മോൻ. അവന്റെ അളിയും പോലീസിലാ. ഞാൻ പുഷ്പരാജന്റെ കാര്യം അവനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട, അവര് കണ്ടുപിടിച്ചോളൂ. അച്ഛാ, പുഷ്പേട്ടൻ വന്നച്ചാ. ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. എപ്പോ വന്നു? രാവിലെ വന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരുമെന്ന്. ഇവൻ എവിടെ പോയിരുന്നു? അച്ഛാ, ഞാൻ വിളിക്കാമേ. ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തിക്കോട്ടെ. മോനെ ഒറ്റയ്ക്കാ. ശരി. അംബുലൻസ്. ഇനിയിപ്പോ കുറച്ചാളും കൂടെ അല്ലേ ഉള്ളൂ. സിസ്റ്റർ വേറെ ജോലി നോക്കാൻ തുടങ്ങിയോ? നോക്കണം. സിസ്റ്ററിന് ജോലി കിട്ടും. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. വീട്ടിൽ ആരും സംസാരിക്കാനും പറയാനോ ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. ഞാൻ ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്താൽ ഡിസ്റ്റർബൻസ് ആവോ? അതിനെന്താ, അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. വിളിക്കണം. രാജി സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി ടൈം കഴിയാറായി. അപ്പം ഞാൻ പതുക്കെ ഇറങ്ങാം.
ഞാൻ 2 ദിവസമായിട്ടൊരു സാധനം തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ? എനിക്കാണോ? തുറന്നു നോക്ക്. അയ്യോ, എന്തിനാ സിസ്റ്റർ ഇതൊക്കെ? വെച്ച് നോക്ക്. കൊള്ളാമോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ ഇറങ്ങാം. ആ, നീ എന്തിനാ കരയുന്നേ? നന്ദൂട്ടാ, എന്താണ് പ്രശ്നം? അച്ഛൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? വാ, നീ വല്ലതും കഴിച്ചായിരുന്നോ? അങ്ങനെ കാണാനായിട്ട് 4 ദിവസം അയച്ചാ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഞാൻ പിറ്റേന്ന് വീട്ടിൽ വന്നപ്പോ നീ പറഞ്ഞെന്താ? അപ്പുറത്തോട്ട് പോയെന്നല്ലേ? അത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞതാ. അല്ലെങ്കിലും പുഷ്പേട്ടനെ കണ്ണെടുത്ത കണ്ടുവിടല്ലോ. അപ്പോൾ ഞാൻ തന്ന 5 ലക്ഷത്തിന് തീരുമാനമായല്ലേ? കയ്യിലെ കാശ് ഇരുമ്പോൾ നൂല് പിടിച്ചോലെ അവനിങ്ങ് വന്നോളും. പണ്ട് അവനിങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒരു തവണയല്ലേ പോയിട്ടുള്ളൂ. ഇനി ഒരു 2 ദിവസം കൂടെ നോക്കാം, അല്ലെങ്കിൽ പോലീസിലൊരു പരാതി എന്തെങ്കിലും കൊടുക്കാം. ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടാ വന്നത്. ഇവിടത്തെ അഡ്രസ്സാ കൊടുത്തത്. എനിക്കല്ലെങ്കിലും അഡ്രസ്സും ഒന്നുമില്ലല്ലോ. അഡ്രസ്സ് ഉണ്ടാക്കാൻ കൊടുത്ത കാശ് കൊണ്ടാണല്ലോ അവൻ മുങ്ങിയത്. എന്റെ കഷ്ടകാലം ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ ദൈവമേ. എല്ലാവർക്കും കഷ്ടകാലം വരും, പക്ഷെ എനിക്ക് വരുമ്പോ മാത്രം ലോറി പിടിച്ചു വരും, ലോഡ് കണക്കിന്. ഞാനിപ്പോ എന്ത് പറയാൻ? അവന്റെ കാര്യം എന്തായാലും പോലീസുകാർ നോക്കിക്കോളും. നീ ഒന്ന് അടങ്ങ്. അതല്ല അച്ഛാ, പുഷ്പേട്ടന്റെ കയ്യിലെ കാശ് പിടിച്ചെടുക്കാൻ അങ്ങേരെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്തോ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അവനായിട്ട് ആരെങ്കിലും പോയി ഉപദ്രവിച്ചാലേ ഉള്ളൂ. നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. നീ വിശന്നിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? നല്ല വറുത്തരച്ച മീൻകറിയൊക്കെ കൊണ്ട് വേണേ. പുഷ്പേട്ടനെ കണ്ടു കിട്ടുന്നവരെ ഞാൻ ജലപാനം കഴിക്കൂല. മോനെ നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഇപ്പൊ കാണിച്ചതേ. എനിക്ക് വേണ്ട. നേരമായി. എനിക്ക് നീ അവനെ ഇങ്ങനെ വഴക്ക് പറയല്ലേ? ഒന്നും കഴിക്കില്ല അച്ഛാ, ഇരിക്കുന്ന കണ്ടില്ലേ അവൻ. എനിക്ക് വേണ്ട. ഒരുരുള കഴിക്കും മോനെ. എനിക്കിപ്പോ വേണ്ട. അച്ഛ ഇത് ആർക്കാ ചോറെടുക്കുന്നേ? ഇവിടെ 3-4 പൂച്ചകളുണ്ട്. രാത്രി കിടക്കാൻ നേരം ജനലിന്റെ അവിടെ വരും. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എനിക്കിതൊക്കെ തന്നെയല്ലോ ഒരു രസം. അല്ലാതെ എന്താ? നീ നിനക്ക് വേണ്ട എന്നാ കഴിക്ക. ചോറ് മാത്രമെങ്കിലും കഴിക്കേ. കഴിക്കടാ. ഞാനത് കൊടുത്തോട്ടെ. കഴിക്കടാ. എനിക്ക് വേണ്ട. മോനെ നീ അടി വാങ്ങിക്കും കേട്ടോ. ഇതാണ് ആള്. നിങ്ങളാണ് ഈ രവീന്ദ്രൻ? അതെ സാറേ. എന്താ? നമ്മൾ ഈ മണ്ണാമല സ്റ്റേഷനിൽ വരികയാണ്. പുഷ്പരാജനെ കാണാനില്ലെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയായിരുന്നു. പുഷ്പരാജനെ കാണാനില്ല, അതൊക്കെ ശരി തന്നെ സാറേ. പക്ഷെ പരാതി കൊടുത്ത ഞാനല്ല, എൻ്റെ മോളാ. നിങ്ങൾ പുഷ്പരാജൻ ആരാ? എൻ്റെ മോളുടെ ഭർത്താവാണ്. പിന്നെ എന്താ പരാതി കൊടുത്തത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാനല്ല പരാതി കൊടുത്തത്, മോളാ. സാധാരണ ഇങ്ങനെ പോവാറുണ്ടോ മൂപ്പർ? പിന്നല്ലാതെ, അവന്റെ സ്ഥിരം പരിപാടിയാണ് സാറേ ഇത്. വരാതിരുന്നാ മതിയായിരുന്നു. എൻ്റെ മോക്ക് അത്രയും അടിയും തൊഴിയും കുറച്ച് കൊണ്ടാ മതിയല്ലോ. നിങ്ങൾ ആ ഷീജയെന്ന് വിളിച്ചാണ്? മോളും പുഷ്പരാജനും ഇവിടെ അല്ല താമസിക്കുന്നത്. അവള് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ അവളുടെ വീട്ടിലോട്ട് പോയി. ഇതാകെ കൺഫ്യൂഷൻ ആണല്ലോ സാറേ. ഈ ഷീജ ശരിക്കും നമ്മുടെ ശേഷം വരുന്നില്ലേ വരുന്നത്? പിന്നെ അതല്ലേ അവർ പരാതി. ഫോൺ നമ്പർ ഒന്നും ഇല്ലല്ലോ. ഒന്ന് ഫോൺ നമ്പർ തരാൻ പറ്റുമോ ഷീജരെ? ഓ തരാം സാർ. പറ. 98 46 98 46 14 15 14 15 20. ആ 20.
ഇയാളുടെ ജോലി എന്തായിരുന്നു? അവന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല സാറേ. നമ്മളൊന്ന് അന്വേഷിക്കട്ടെ. ഓ, ചിലപ്പോൾ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കും. ഓ, വരേണ്ടി വരും കേട്ടാ. സാറേ, അയാൾ എന്തായിരിക്കും അവിടെ കുഴിച്ചിട്ടുണ്ടാവുക? നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. എടാ പട്ടാ പകൽ ആരെങ്കിലും കുഴിച്ചിടും? വെറും മണ്ടത്തരം പറയല്ലേ. സാറൊന്ന് ആലോചിച്ച് നോക്ക്. രവീന്ദ്ര, ഓ, അവിടെ എന്താ കുഴിച്ചിട്ട്? ഇതൊരു ചത്ത പട്ടിയാണ് സാറേ. ചത്ത പട്ടി. ഇതിലെന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതല്ലേ അവിടെ കുഴിച്ചിട്ടത്? അയാൾ ആളത്ര പഠിപ്പല്ല സാറേ. ഡേയ്, നിങ്ങൾ തമ്മിലൊരു പ്രശ്നം എന്തിനാണ്? അല്ല, നിങ്ങൾ തമ്മിലൊരു ബന്ധം എന്താണെന്ന് പറ. സാറേ, എൻ്റെ മോള് കവിതയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. കാലന് കെട്ടിക്കൊടുത്താലും ഇവന് കെട്ടിക്കൊടുക്കൂല. സാറേ, എന്നെ പോലെ നല്ല മാന്യായ പയ്യനല്ലാതെ ഇങ്ങനെ വേറെ ആരെങ്കിലും കിട്ടുമോ? മാമൻ എങ്കിൽ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് മാറിയിക്ക് കേട്ടാ. നിങ്ങളുടെ കവിതയുടെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം എത്തും രണ്ടുപേരും കൂടെ കേട്ടാ. അങ്ങോട്ട് മാറിയില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? വിരേറ്റ് കയറി വാ മോന. അവിടേക്ക് മോന. ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം വേണം. പറയാം സാറേ, പറയാം. അപ്പോ ഈ പുഷ്പരാജനും മോഹനും തമ്മിൽ എന്താണ് ഇടപാട്? അത് ഈ പുഷ്പരാജന് ഈ അടുത്ത് ഞാനൊരു കടമുറി ഏർപ്പാടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ഇടപാടുമില്ല സാറേ. അത് ശരിയല്ലല്ലോ മോന. ഇല്ല സാർ. പുഷ്പരാജന്റെ ഭാര്യ പറഞ്ഞത് നിങ്ങൾ ഭയങ്കര അട്ടയും ചക്കരയും പോലെ അടത്താൻ പറ്റാത്ത ബന്ധാണെന്നാണല്ലോ. അങ്ങനെ വെച്ചാ മോന, എന്റെ കൈക്ക് വെറുതെ പണി ഉണ്ടാക്കുന്നു. കള്ളം പറയുന്നു. കള്ളോ? ഞാൻ അത് പോട്ടെ മോന. അപ്പോ ഈ കടമുറിയുടെ വാടകയും എഗ്രിമെന്റ് എല്ലാം എങ്ങനെയാണ് സെറ്റിലാക്കിയത്? സാർ, എഗ്രിമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആളായിട്ട് ചെന്ന്. അപ്പൊ പൈസ ആയിട്ട് പുഷ്പരാജൻ വരാന്ന് പറഞ്ഞിട്ട് പുഷ്പരാജൻ വന്നില്ല. പിറ്റേ ദിവസമാണ് അറിയണത് പുഷ്പരാജൻ പൈസ ആയിട്ട് മുങ്ങി എന്നുള്ളത്. ആര് പറഞ്ഞു മുങ്ങി? ആര് പറഞ്ഞു മുങ്ങി എന്നുള്ളത്? മറ്റേ രവിയാശാൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. പുഷ്പരാജന്റെ മാമൻ അമ്മായച്ചൻ. രവിയാശൻ എനിക്ക് നേരത്തെ അറിയാവോ? രവിയാശൻ ഇതുപോലെ തന്നെ രവിയാശന്റെ വീട്ടില് തലക്കച്ചവടം പറഞ്ഞ പുഷ്പരാജനാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ അവിടെ ചെന്നപ്പോ രവിയാശാൻ പറഞ്ഞ് ഇപ്പൊ സ്ഥലമൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങള്. ഈ പുഷ്പരാജന മോഹൻ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാ? അത് ഞാൻ അവസാനമായിട്ട് കണ്ടത് മറ്റേ ഒരു രവിയേട്ടൻ്റെ വീട്ടില് എന്തോ കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പയ്യന്റെ ബൈക്കിന്റെ പുറകെ കയറി പോയി. അതാണ് ഉണ്ടായത്. ബൈക്ക് ഒരു ഫുട്ബോൾ കളിക്കണ പയ്യന്റെ പുറകിലാണ് പേര്. അവന്റെ ടീഷർട്ടിന്റെ പുറകിൽ അവന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു സാറേ. എന്തൊരു മറവിയുടെ ഇത്ര ആലോചിക്കാൻ എന്താണ് സാർ അവന്റെ പേര്? മറ്റേ എന്നോടോ? റൊണാൾഡോ. അവന്റെ ടീഷർട്ടിന്റെ പുറകിൽ റൊണാൾഡോ എന്ന് എഴുതിയിട്ടുണ്ടായി. ഇവ എന്തൊരു തേങ്ങയുടെ പറയണ. ഈ പുഷ്പരാജനെ രവിയാശന്റെ വീട്ടിൽ പോയത് ഈ അവിടുത്തെ കടമുറിയുടെ അഡ്വാൻസ് വാങ്ങാനാണെന്ന് നിനക്കറിഞ്ഞൂടെ? എനിക്കറിയില്ല സാറേ. ഡേ മോനെ, നീ സത്യം പറയടാ മോനെ. സാറേ, കുറച്ച് വെള്ളം തരും സാറേ. കുറച്ച് വെള്ളം കൊടു. പിന്നെന്താ? കുടി. നീ സാവകാശം കുടിച്ചാ പയ്യെ കുടിച്ചാ മതി. കുടി, പയ്യെ കുടി. കുടിക്കണേക്കെ കൊള്ളാം, പക്ഷെ നീ സത്യം പറയണം. പറയാം സാറേ. സാറേ, ഞാൻ താമസിക്കണ വീടിൻ്റെ 2 കിലോമീറ്റർ ചുറ്റളവില് സത്യസന്ധനായിട്ട് സ്വഭാവമുള്ളവർത്തും താമസിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയണത്. നീ ആരെ കാര്യോടെ ഈ പറയണത്? എൻ്റെ കാര്യം തന്നെയാണ് സാറേ. അപ്പോൾ ഇത്ര സത്യസന്ധനായി ഞാൻ ഒരിക്കലും സാറിൻ്റെ മുഖത്ത് കള്ളം പറയൂ സാറേ. നീ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യുന്നാടെ. ബൈക്കിൽ ആര് പോയി ആ പുഷ്പരാജനെ കൊണ്ട്? അത് പറ. റൊണാൾഡോ. വലിച്ചു കിടക്കണം. എന്റെ സാറേ, ഇവൻ നാടകം കളിക്കുന്നു. നാടകം പോലീസ് സ്റ്റേഷനിൽ എടുക്കല്ലേ? 10:30 മണിക്ക് ഒരു പരിചയമില്ലാത്ത ഒരുത്തന്റെ ബൈക്കിന്റെ പിറകെ ഇത്രയും തുക പുഷ്പരാജ് ഒറ്റയ്ക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ മോഹന വിശ്വസിക്കാൻ പാടാ. മനസ്സിലായില്ലേ? അന്നവൻ നിന്റെ ബൈക്കിന്റെ പിറകെ ഇരുന്ന് പോയത് കണ്ടവരുണ്ട്. സാറിന്റെ സ്കൂട്ടർ കംപ്ലൈന്റ് ആയിരുന്നു. അത് നന്നാക്കാൻ ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കായിരുന്നു. പിന്നെ എങ്ങനെയാണ് സാറേ എന്റെ വണ്ടിയുടെ പുറകെ കയറിയാൻ പോണത്? സാറേ, ഇവൻ മോഹന സത്യം പറ. സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. എന്തോന്ന്? ഞാനല്ല ഇത് ചെയ്തേക്കണത്. മറഡോണ. എന്റെ മുഖത്ത് നോക്കി കുറച്ച് വെള്ളം കൊണ്ടുവരാൻ. വിനോദേ, എന്തുണ്ട് വിശേഷങ്ങൾ? ആണോ? അവരവിടെ ഉണ്ടാ? എന്നാ വന്നേ? നീ
കണ്ട് സംസാരിച്ചിരുന്നോ? ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഉറക്കമൊന്നും തീരെയില്ല ആശാനെ. പിന്നെ ആരോടും സംസാരമില്ല. ഡിപ്രഷൻ പോലെ എന്തോ ആണെന്നുണ്ടോ. എത്ര ദിവസമായി വന്നിട്ട്? 3 ദിവസമായി. വന്നതിനേക്കാളും ഭേദമുണ്ട്. പക്ഷെ മൊത്തത്തിൽ അങ്ങോട്ട് ശരിയായി. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ആ, മരുന്നൊക്കെ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങ് തുപ്പിക്കളായി. കൂടെ ആരാ ഉള്ളത്? മോളാണെന്നൊന്ന് കൊണ്ടാക്കിയത്. ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ പോയത്. പിന്നെ ഏരിയ കണ്ടിട്ടുന്നില്ല. അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആശാനെ, ഞാനുണ്ട്. അമ്പിളി സിസ്റ്ററെ, എന്നെ മനസ്സിലായോ? നമ്മളിവിടെ കുറേ നാള് ഒരുമിച്ച് ജോലി ചെയ്തതല്ലേ? രവി, ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. നമ്മൾ ചായ കുടിക്കുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നൊക്കെ ഒരുമിച്ചല്ലായിരുന്നു? ചോറും കറിയൊക്കെ ഷെയർ ചെയ്യുന്നത് അതൊന്നും ഓർക്കുന്നില്ല? ഞാനും വിനോദും ഒരിക്കൽ അമ്പിളി സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ കുറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു വന്നു. ഓർമ്മയില്ലേ? സിസ്റ്റർ കരയല്ലേ? ഇല്ല, മാറും. അവസാനമായിട്ട് രവീന്ദ്രൻ പുഷ്പരാജിനെ കാണുന്നത് എപ്പോഴാണ്? അവന് ടൗണിലൊരു കടമുറിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പൈസ തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്, പിന്നെ കണ്ടില്ല. എത്ര രൂപ കൊടുത്തു? 5 ലക്ഷം. ഇയാളുടെ ബാങ്കിലുണ്ടായിരുന്നോ അതോ എവിടെയെങ്കിലും മറിച്ചു കൊടുത്താണോ? ഞാനൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഷിജമോക്കുള്ളതാണെന്ന് പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് വിറ്റ് പൈസ വേണമെന്ന് ഈ പുഷ്പരാജൻ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെന്ന് വെച്ചു. ആ വസ്തു കച്ചവടമായ അഡ്വാൻസിൽ നിന്നാണ് അവന് പൈസ കൊടുത്തത്. അതെ, ഈ 5 ലക്ഷം രൂപ ചോദിക്കാൻ പുഷ്പരാജ് അന്നിവിടെ വന്നതിനെ പറ്റി അന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞില്ല ആശാനെ? അല്ല, അന്ന് ചോദിച്ചില്ല, പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന കേട്ടാ ഞാൻ എന്തോ മനഃപൂർവ്വം അഭയപ്പെടുത്താൻ ശ്രമിച്ചോലുണ്ടല്ലോ സാറേ. അല്ല, അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട്. ഈ പുഷ്പരാജൻ്റെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ അവസാനം കാണിക്കുന്നത് ആശാൻ്റെ വീട്ടിലാണ്. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ്. പുഷ്പരാജൻ വീട്ടിൽ വന്ന് ഫോൺ മറന്നു വെച്ചിട്ടാണ് അന്ന് പോയത്. ഞാനാണ് ഫോൺ പിറ്റേന്ന് മോളുടെ വീട്ടിൽ കൊണ്ടാണ് കൊടുത്തത്. രവീന്ദ്രൻ വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ശരി സാർ. രവീന്ദ്രൻ എന്താ തോന്നുന്നത്? എനിക്ക് എന്തിനു തോന്നിട്ട് എന്താ സാറേ? അവൻ പൈസ ആയിട്ട് മുങ്ങി, ഇനിയിപ്പോൾ തീരുമ്പോൾ പൊങ്ങും. പോയിക്കോളൂ. ഓ ശരി സാറേ. സാറേ, ഇവനെ ശരിക്കൊന്ന് ചോദ്യം ചെയ്യണ്ട സാറേ. ഇയാൾക്ക് പുഷ്പരാജ് തിരിച്ച് വരണ്ട എന്നൊരു മൂഡാണ് അന്ന് സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഫോണിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഈ പുഷ്പരാജ് ഇയാളുടെ പോയതിന് ശേഷമാണ് മൂപ്പറെ കാണണ്ടേ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ദുരൂഹത ഇല്ല സാർ? എടോ, ഇയാൾ അതും ഇതും പറയാതെ മര്യാദയ്ക്ക് അന്വേഷണം നടത്താൻ നോക്ക്. അന്വേഷിക്കാൻ പറയുമ്പോൾ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പിടിച്ചോണ്ട് വന്നോളൂ. അല്ല സാറേ, അയാളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് നോക്കാം ആദ്യം. പിന്നെ അയാൾ ജോലി ചെയ്ത സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അല്ല, നമ്മളെ ആ ബ്രോക്കർ മോഹനോട് ചോദിച്ച സമയത്ത് അറിഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഭാഗത്ത് അങ്ങനെ ഒരു സ്ഥലവും വീടും കച്ചവടം ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേറെ ഏത് വീടാ സാറേ ഈ ഭാഗത്ത്? എന്നാൽ അത് തനിക്ക് ബാധ തുറന്ന് അയാളോട് തന്നെ നേരിട്ട് ചോദിച്ചിടായിരുന്നോ? ഈ നാട്ടിൽ ബ്രോക്കറായിട്ട് മോഹനം മാത്രമേ ഉള്ളൂ? വേറെ ഏതെങ്കിലും ബ്രോക്കർ വഴിയായിരിക്കും സ്ഥലം കച്ചവടമാക്കിയിട്ടുള്ളത്. അല്ല സാറേ. എന്ന് മാത്രമല്ല, അയാളുടെ ബാങ്കിൽ നിന്ന് ക്യാഷ് എത്രയാണ് വിത്ഡ്രോ ചെയ്തതെന്നുള്ളത് ആദ്യം നോക്കുക. ഇത് ബാങ്കിൽ നിന്നല്ല, അത് ഇത്രയും ക്യാഷ് അയാൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുഷ്പരാജ് എന്ന് പറയുന്നത് ജോലിയിലും ബിസിനസ്സിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. നേരത്തെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് അയാളുടെ ഭാര്യ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അയാൾ രവിയാശൻ്റെ കിട്ടാവുന്ന കാശ് മുഴുവൻ വാങ്ങിച്ചിട്ട് ബ്രോക്കറിൻ്റെ കണ്ണും വെട്ടിച്ച് നാട് വിട്ടിട്ടുണ്ടാവും. അത്രയാണ് നടന്നിട്ടുള്ളത്. സാറേ, എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഈ രവിയാണോ പുഷ്പരാജനെ കൊന്നതെന്നുള്ളതാണ്. എടോ, സ്വന്തം മോളുടെ ഭർത്താവിനെ എന്തിനാ അയാൾ അപായപ്പെടുത്തണം എന്നൂടെ പറ. ഒരു കുറ്റം ചെയ്യാൻ ഒരു മോട്ടീവ് വേണ്ടേ? നിന്നോടല്ലാതെ വേറെ ആരോടാ അവള് സങ്കടം പറയേണ്ടത്? കാശ് എന്ന് പറഞ്ഞിട്ട് ഇത് ചെക്കാണോ? ഇത് വാങ്ങിക്കൊണ്ട് കൊടുത്താൽ കാശ് കിട്ടൂലേ? ചെക്കെങ്കിൽ ചെക്ക്.
5 ലക്ഷം രൂപ. പുഷ്പരാജ, ഈ 5 ലക്ഷം രൂപ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരാനാണോടാ ഇങ്ങോട്ട് വിളിച്ചത് നീ കരുതിയത്? വിളിച്ചു വരുത്തിട്ട് ഒരു മാതിരി നിന്റെ കൊച്ചിനെ മേലെ കൈവെക്കൊല്ലടാ. നീ എന്റെ കൊച്ചിനെ തല്ലുവല്ലടാ. നിന്റെ കൊച്ചിനെ തല്ലുവല്ലടാ. നിനക്ക് എന്നെ അറിയില്ല. ഹലോ മോളെ, എന്താ അച്ഛാ വിളിച്ചത്? പുഷ്പേട്ടനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാ? വിവരമൊന്നും കിട്ടിയില്ല. അവനെ കാണാനില്ലെന്നും പറഞ്ഞു പത്രത്തിൽ പരസ്യം കൊടുത്തത് മോളാണോ? ഞാനാ അച്ഛാ കൊടുത്തേ. പോലീസുകാർ പറഞ്ഞു കൊടുക്കാൻ. ഈ പാരിതോഷികം എന്നൊക്കെ പറയുമ്പോ എത്രയാണ്? ഒരു 10,000 രൂപ കൊടുക്കണം. എന്തായാലും വേണ്ടൂല, പുഷ്പേട്ടനൊന്ന് കണ്ടു കിട്ടിയാ മതിയായിരുന്നു. 10,000 രൂപയാ? 10,000 രൂപ കൊടുത്ത് കണ്ടുപിടിക്കാൻ ഇവനായി കൊച്ചുരാജാവിന്റെ കൊച്ചുമോനാ? അച്ഛാ ഇത് പറയാനാ രാവിലെ വിളിച്ചത്? കൊച്ചുരാജാവിന്റെ കൊച്ചുമോനൊന്നും അല്ല, എന്റെ കൊച്ചിന്റെ അച്ഛനാ. മോളെ, ഹലോ ഹലോ. ഹലോ ഹലോ. ഹലോ. അല്ലെങ്കിൽ രാത്രി മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ രാവിലെയും തുടങ്ങിയോ? ഹലോ ചേച്ചി, ഞാൻ തെറി വിളിക്കല്ലേ, ഇവിടെ റേഞ്ച് കുറവാണ്, അതാണ് കട്ടായി പോണത്. ആ എന്താ കാര്യം? ചേച്ചി, പത്രത്തിൽ ഒരാളിനെ കാണാനില്ലെന്നും പറഞ്ഞൊരു പരസ്യം കൊടുത്തായിരുന്ന? ആ കൊടുത്തിരുന്നു. പുഷ്പൻ ചേട്ടൻ കണ്ടു കിട്ടിയോ? അതെ, ഞാൻ കണ്ടു ചേച്ചി. അയാൾ എവിടെ ഉണ്ടെന്ന് വരെ എനിക്കറിയാം ചേച്ചി. ദൈവമേ, എന്തെങ്കിലും അപകടം പറ്റിയോ എന്റെ പുഷ്പൻ ചേട്ടന്? എവിടെ കണ്ടേ? നിങ്ങൾ എവിടെന്നാ വിളിക്കുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ ചേച്ചി. അപ്പൊ ആദ്യം നമുക്ക് കിട്ടണമെങ്കിൽ ക്യാഷ് അവാർഡ് തരാന്ന് പറഞ്ഞില്ലേ, നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താം. ക്യാഷ് അവാർഡോ? 10,000 രൂപ. എന്തെങ്കിലും അപകടം പറ്റിയോ പറ. അതൊക്കെ പറയാം. 10,000 രൂപ കുറവാണ് ചേച്ചി. നമുക്ക് റൗണ്ട് ചെയ്തൊരു 25,000 രൂപയ്ക്കല്ല. നീ എന്താ വില പേശുവാണോ? ചേച്ചി പേടിക്കണ്ട, ഒരു 5,000 രൂപ ആദ്യം എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. ബാക്കി 20,000 രൂപ ചേച്ചി എനിക്ക് തവണകളായിട്ട് തന്നാൽ മതി. എന്റെ പുഷ്പൻ ചേട്ടനെ കാണാത്തതുകൊണ്ട് പോലീസുകാർ പറഞ്ഞിട്ടാ ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തത്, അല്ലാതെ ഇൻസ്റ്റാൾമെന്റിന് TV വാങ്ങാനല്ല. അല്ല ചേച്ചി, ഞാൻ ഒരു ഓഫർ പറഞ്ഞതാണ്. ചേച്ചി എവിടെയെങ്കിലും ഞാൻ പറയുന്നത് ഒരു കല്ലടി കൊണ്ട് പൈസ വെച്ചാൽ മതി, അവിടെ ഞാൻ പോയെടുത്തോളാം. ആരെടാ നാറി നീ? എവിടെന്നാ പട്ടി നീ വിളിക്കുന്നേ? പറയടാ, പറയാൻ. വില പേശുന്ന എന്റെ പുഷ്പൻ ചേട്ടനെ വെച്ച് നിനക്ക് പോലീസുകാരുടെ 2 കിട്ടണം. ശരിയാക്കി തരാടാ. അങ്ങനെ അത് തേഞ്ഞൊട്ടി.